Welcome back to my channel, Handy's Breakthrough. ഇന്ന് നടന്ന 6ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ തന്ന വർക്ക്ഷീറ്റുകളുടെ ഉത്തരങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 6ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ആവറേജ് എന്ന യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, The number of children who attended class from Monday to Friday are 34, 35, 32, 33 and 31. What is the average number of children who attended classes each day? തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണം 34, 35, 32, 33, 31 എന്നിവയാണ്. ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികൾ ക്ലാസ്സിൽ വന്നു? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത്, ശരാശരി കാണേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസങ്ങൾ ഉണ്ട്. എത്ര ദിവസങ്ങളുണ്ട്? മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ആകെ 5 ദിവസങ്ങൾ. നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു 5. ഇനിയോ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, ആകെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ ഹാജരായ കുട്ടികളുടെ എണ്ണം. ഓരോ ദിവസത്തെയും കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. അവ തമ്മിൽ കൂട്ടിയാൽ 5 ദിവസം അറ്റൻഡ് ചെയ്ത ആകെ കുട്ടികളുടെ എണ്ണം കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു 34 പ്ലസ് 35 പ്ലസ് 32 പ്ലസ് 33 പ്ലസ് 31. ഇവ തമ്മിൽ കൂട്ടിയാൽ 165, 165 എന്ന് കിട്ടും. ഇനി നമുക്ക് ആവറേജ് കാണാം. ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 165. ആകെ ദിവസങ്ങൾ 5. 165 ബൈ 5 ഈക്വൽ ടു 33. അപ്പോൾ ഇതാണ് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ്സസ് ഈച്ച് ഡേ ഈസ് ഈക്വൽ ടു 33. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, The table shows the amount of electricity used in Majid's house for some months. What is the average amount of electricity used per month? Which are the months on which usage is more than the average? മജീദിന്റെ വീട്ടിലെ ചില മാസങ്ങളിലെ വൈദ്യുതി ഉപഭോഗം പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. ആ വീട്ടിൽ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്? ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ പട്ടികയിൽ ചില മാസങ്ങളും ഓരോ മാസവും ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റും തന്നിട്ടുണ്ട്. ആദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? ഒരു മാസം ഉപയോഗിച്ച ശരാശരി വൈദ്യുതി എത്രയാണ്? എങ്ങനെ കാണാം? ആകെ മാസങ്ങൾ എത്രയാണെന്ന് നോക്കണം. നമ്പർ ഓഫ് മന്ത്സ് എത്രയുണ്ട്? എണ്ണി നോക്കിയാൽ കാണാം 5 മാസങ്ങൾ, 5. ഇനിയോ ഈ 5 മാസങ്ങളിലും കൂടി ഉപയോഗിച്ച ആകെ വൈദ്യുതി യൂണിറ്റ് കാണണം. ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് എത്രയായിരിക്കും? ഈ എല്ലാ മാസങ്ങളുടെയും യൂണിറ്റുകൾ കൂട്ടണം അല്ലേ? 85 പ്ലസ് 90 പ്ലസ് 75 പ്ലസ് 82 പ്ലസ് 78. ഇവ തമ്മിൽ കൂട്ടിയാൽ 410 അല്ലെങ്കിൽ 410 യൂണിറ്റ് എന്ന് കിട്ടും. ഇനിയോ ഇനി നമുക്ക് ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത് കാണാൻ സാധിക്കും. എത്രയായിരിക്കും? ആവറേജ് എമൗണ്ട് പെർ മന്ത് ഈസ് ഈക്വൽ ടു 410 ഡിവൈഡഡ് ബൈ 5. ചെയ്ത് നോക്കിയാൽ 82 യൂണിറ്റ്സ് എന്ന് കിട്ടും. 82 യൂണിറ്റ്. ഇനി എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? Which are the months on which usage is more than the average? അപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് 82 യൂണിറ്റ് ആണ്. ഏത് മാസങ്ങളിലാണ് ആവറേജിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചതെന്ന് കാണണം. അപ്പോൾ 82നേക്കാൾ കൂടുതൽ യൂണിറ്റ് ഏതൊക്കെ മാസങ്ങളിലാണെന്ന് കണ്ടാൽ മതി. ഏതെല്ലാം മാസങ്ങളിലാണ്? ജനുവരിയിൽ 85 യൂണിറ്റ് ആണ്, ഫെബ്രുവരിയിൽ 90 യൂണിറ്റ് ആണ്. ഈ 2 മാസങ്ങളിലാണ് 82നേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ഉത്തരം ജനുവരി ആൻഡ് ഫെബ്രുവരി. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, The weights of players in a team are 68 kilograms, 72 kilograms, 80 kilograms, 70 kilograms, 60 kilograms and 70 kilograms.
വാട്ട് ഈസ് ദി ആവറേജ് വെയിറ്റ് ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം? ഒരു ടീമിലെ കളിക്കാരുടെ ഭാരം 68 കിലോഗ്രാം, 72 കിലോഗ്രാം, 80 കിലോഗ്രാം, 70 കിലോഗ്രാം, 60 കിലോഗ്രാം, 70 കിലോഗ്രാം എന്നിങ്ങനെയാണ്. ആ ടീമിലെ ഒരു കളിക്കാരന്റെ ശരാശരി ഭാരം എത്രയാണ്? എങ്ങനെ കാണാം? ആകെ എത്ര കളിക്കാരുണ്ടെന്ന് കാണണം. എത്രയുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇസ് ഈക്വൽ ടു 6 അല്ലേ? ഇവിടെ 6 വെയിറ്റുകളല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 6 കളിക്കാർ ഉണ്ടായിരിക്കും. ഇനിയോ ഇവരുടെയൊക്കെ വെയിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ ആകെ ഭാരം കിട്ടും. ടോട്ടൽ വെയിറ്റ് ഇസ് ഈക്വൽ ടു 68 plus 72 plus 80 plus 70 plus 60 plus 70 is equal to 420. ഇനിയോ ഇനി ആവറേജ് വെയിറ്റ് കാണാം. Average weight of a player is equal to total weight divided by number of players. 420 divided by 6. ഇത് ചെയ്ത് നോക്കിയാൽ ഉത്തരം 70 kilograms എന്ന് കിട്ടും. അപ്പോൾ ആ ടീമിലെ ഒരു കളിക്കാരന്റെ ശരാശരി ഭാരം 70 കിലോഗ്രാം ആണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം. The total income of a man in 8 days is 1840 rupees. What is his average income per day? ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപ. അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയാണ്? എങ്ങനെ കാണാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സും ആകെ വരുമാനവും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു 8. Total income is equal to 1840 rupees. So average income per day will be equal to total income by total number of days. 1840 divided by 8. ഇത് ചെയ്ത് നോക്കിയാൽ 230 rupees എന്ന് കിട്ടും. 230 രൂപ. കിട്ടിയല്ലോ. ഇതാണ് ഒരു ദിവസത്തെ അയാളുടെ ശരാശരി വരുമാനം. അപ്പോൾ ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന 4 ആക്ടിവിറ്റീസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. മാത്രമല്ല തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വർക്ക്ഷീറ്റുകളുടെയും ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.